ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ ഫോർച്യൂണർ നമുക്ക് രാത്രി ഒന്നായിരുന്നു കേട്ടോ. ഇത് ആലപ്പുഴ നിന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതെടുത്ത് നേരെ എടുത്താൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാവണ്ടർ വീണ്ടും എത്തിയിട്ടുണ്ട്, ചെറിയ ചെറിയ അപ്ഡേഷന്. പിന്നെ ഒരു വണ്ടി സ്വിഫ്റ്റ് ബോഡി കിറ്റ് ചെയ്ത് ഇറക്കാനുള്ള കേട്ടോ. ഓക്കെ, പിന്നെ കുറച്ച് വർക്ക്സ് ഉണ്ട്. ഈ വണ്ടിയിൽ നമ്മൾ TRD കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. പിന്നെ ടൈൽ ലാംപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഓക്കെ ബ്ലാക്ക് കൂടെ എടുക്കുന്നുണ്ട്. ഇതാണ് അടുത്ത് ഇറങ്ങാനുള്ള വണ്ടി കേട്ടോ. നമ്പർ പ്ലേറ്റ്സൊക്കെ പഴയത് വെച്ചാണ്. ഓക്കെ, ഡിപ്ലോമ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഇതിൽ ക്രിസ്റ്റൻ്റെ മിററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ. അതേപോലെ തന്നെ ലൈറ്റ്സും കാര്യങ്ങളും ടൈലൊക്കെ മാറ്റുന്ന വർക്ക് തോന്നുന്നു നടക്കുന്നുണ്ട്. ഓക്കെ, Type 2 സ്വിഫ്റ്റിൻ്റെ സ്കേർട്ടാണ് കേട്ടോ. അവൈലബിളാണ്. ഗാർണിഷ് ലൈറ്റ് മാറ്റാം, ലൈറ്റും കാര്യങ്ങളും വലിച്ചിട്ടുണ്ട്. ഇതിന് 2 ലൈറ്റും വെച്ച് നോക്കിയിട്ടുണ്ട്. ഒന്ന് സ്മോക്കും റെഡ് അത് അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ലൈൻ ഒന്നാവും കയറ്റം കേട്ടോ. അതുപോലെ ഇതിൻ്റെ സീറ്റ് വർക്ക് ഉണ്ടോ, സീറ്റ് ബെൽറ്റ് മാറാൻ വേണ്ടിയിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് മാറുന്നുണ്ട്, ബ്ലാക്ക് ആക്കാം കേട്ടോ. നമ്മൾ ഇന്ത്യയിലൊക്കെ എന്തായി ഫുൾ അയച്ചോ. പിന്നെ സീറ്റൊക്കെ നമ്മൾ ഫുൾ കസ്റ്റം ചെയ്ത സീറ്റാണ് കേട്ടോ. അടിപൊളിയായിട്ട് കസ്റ്റം ചെയ്തിട്ടുണ്ട്. റൂഫ് ക്ലോത്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറ്റ് ബെൽറ്റ് ഉണ്ടോ, അതൊക്കെ മാച്ചില്ല. അപ്പോൾ ഇത് ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബ്ലേഡും കാര്യങ്ങളും മാറാണ്ടായിരുന്നു, അത് മാറി. നമ്പർ പ്ലേറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നോവൻ്റെ സീറ്റ് ബെൽറ്റ് പറയുന്നത് മാറാനുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ രണ്ടും നമ്മൾ TRD ആണ് കൊടുക്കുന്നത്. TRD കണ്ടോ, TRD. ഇത് ഫ്രണ്ടിൽ രണ്ടും നമ്മൾ TRD. അതുപോലെ ബാക്ക് നമ്മൾ പ്ലെയിൻ ബ്ലാക്ക് ആട്ടോ. ബാക്കിൽ 4 സെൻറ്ററും ഏറ്റവും ബാക്കും നമ്മൾ പ്ലെയിൻ ബ്ലാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് അത് കിടക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോർച്യൂണർ വർക്ക് ഇടുന്നുണ്ടിരിക്കും കേട്ടോ. നാനോ സെറാമിക് കട്ടിൻ്റെ നമ്മൾ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് സൈഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ നാനോ സെറാമിക്കിൻ്റെ നമുക്കിതിൽ UV തീരെ കയറില്ല. 93% നമുക്ക് UV. ഇതാണ് നമ്മൾ നാനോ സെറാമിക്കിൻ്റെ കേട്ടോ. 93% നമുക്ക് UV ഇതിൻ്റെ അകത്ത് കയറില്ല കേട്ടോ. നാനോ സെറാമിക്കാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഫുള്ള് ഫ്രണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് നമ്മളതാ ചെയ്യുന്നത്. മറ്റേ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സീറ്റ് ബെൽറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചാൽ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്നോവക്കുള്ളതാണ്. 2 TRD പ്ലെയിനും. പിന്നെ നമുക്ക് ഇത് നമുക്കൊരു വേറെ കസ്റ്റമർ സാധനം കേട്ടോ, സ്പാർക്കും. അപ്പോൾ അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 800-ൻ്റെ അല്ലെങ്കിൽ സെന്നിൻ്റെയോ ആണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാണ്ട് ഇത് നമ്മളൊരു Type 2 സിഗ്നൽ ടൈലാമ്പൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് ടൈലൈറ്റ് ഇതാണ് സ്കാനിങ് ടൈം. ഇതിൽ കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 360 റെഡിയാക്കാൻ വേണ്ടി വണ്ടി കുറച്ച് സ്പേസുള്ള ഏരിയയൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഇച്ചിരി സ്പേസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പോർഷനിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു മിറർ അയച്ചിട്ടുണ്ട്. ഓക്കെ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്യുന്നത് സ്കേർട്ട് ഫൈബറാണ്, ABS അല്ല. ഫൈബർ സ്കേർട്ട് നമ്മൾ ഓൾഡ് മോഡലൊന്നുമില്ല. ആ ടൈപ്പ് സ്കേർട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്പോയിലർ ഇതാണ് ABS ആണ്. കാണിച്ചത് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ABS ആട്ടോ. സ്പോയിലർ വന്നിട്ട് നമുക്ക് ABS ആണ് ടിൻ്റെ. പക്ഷേ സ്കേർട്ട്സ് മാത്രമേ നമ്മൾ ഫൈബർ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒഴിവാക്കുക. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ വെക്കുന്നത് വേൾടെക്കാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ ബാക്ക് ക്യാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈലാമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്രിസ്റ്റൻ്റെ മിററാണ്, ക്രിസ്റ്റൻ മിറർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാം ഇതാട്ടോ, 360 ക്യാമാണ്. മിറർ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ക്യാമും ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വൈകി, നേരം ഏകദേശം 9:15. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണിക്കാം.